അപ്പോൾ നമുക്ക് തുടങ്ങാം. അത്യാവശ്യം വേണ്ട സാധനമാണ് ഒരു തുണി, പഴം തുണി, മോശം തുണിയാണ്. മോശം തുണി, കൈ കഴുകാനൊരു വെള്ളം. ഇത് നമ്മൾ ഈ തേനെടുത്ത് വന്നുകൊണ്ട് എല്ലാവരുടെ കയ്യിലെല്ലാം മുഴുവൻ തേനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തേൻ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അധികം ഡിസ്റ്റർബ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഈ കൂടൊക്കെ തന്നെ ഇപ്പം തന്നെ ഈ പലകയുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതിനെ മാറ്റിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഇപ്പോൾ പ്രകൃതിയിൽ തേനാവാൻ തുടങ്ങി. ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നല്ല സ്ട്രെങ്ത് ഉണ്ടാണ്. നിറഞ്ഞിരിക്കുന്ന കൂടാണിത്. ശരിക്കും നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ റാണീനെ കാണുന്നില്ല. റാണി പെട്ടെന്ന് തന്നെ ഇത് ഒളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റാണീനെ ഇപ്പോൾ കാണുന്നില്ല. നല്ല രീതിയിൽ ഈച്ചയുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഡിവിഷൻ ചെയ്യണം. കത്തിയിൽ തേൻ പിടിച്ചു കഴിഞ്ഞാൽ റാണിയുടെ മുട്ട മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റാണിയുടെ മുട്ടയല്ല, ഈച്ചയുടെ മുട്ട മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കത്തി നല്ല ക്ലീൻ ആയിരിക്കണം. ഓരോ കൂടും ഓരോരോ രീതിയായിരിക്കും. അത് കെട്ടിയെടുക്കുന്ന രീതി, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിങ്ങനെ ഇപ്പം ഒരു ഉള്ള് അറ പോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്, ഒരു റൂം മീൻസ്. അപ്പോൾ നമ്മൾ പരമാവധി അതിൻ്റെ മുറിക്കാനുള്ള ഭാഗം നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം. ഈ ഭാഗം കുറച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മാറ്റി വെക്കുക. ഇതിങ്ങനെ ഒരു പോർഷൻ മാറ്റി വെക്കുക. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തു വെക്കണം. ഒക്കെ എടുത്ത് ഓരോ സൈഡിലേക്ക് ആക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഒരു അത്യാവശ്യം മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് ഇത്. ഇവിടെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഏത് രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് നോക്കണം. മുട്ടകൾ എല്ലാം ഓരോ, അതായത് ഏറ്റവും പുതിയ മുട്ട, അതിന് ശേഷമുള്ള മുട്ടകളെല്ലാം നല്ല കറക്റ്റ് ഡയറക്ഷനിലാണ്, ഏകദേശം പകുതി വെച്ച് മുറിക്കാൻ പറ്റുന്ന ഡയറക്ഷനിലാണോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇത് ഈ ഭാഗത്താണ് കുറച്ച് വെള്ള മുട്ടകൾ കൂടുതലുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കി നമ്മൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു നടു സെൻറ്റർ ഭാഗം നോക്കി ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ റാണി ഇല്ല എന്ന് തോന്നുന്ന ഭാഗം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്യണം. ഈ കൂടിൻ്റെ ഉള്ളുവശത്തായിരിക്കും റാണി ഉണ്ടാകുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഓപ്പൺ കയ്യിലെടുക്കണം. കാരണം ഇതിനകത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് റാണി മുട്ടേനെ കാണുന്നില്ല, റാണീനെയും കാണുന്നില്ല. തേൻ വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മളൊന്നും നോക്കുന്നില്ല, ഇതിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ്. ഒരു കൂടിൻ്റെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിനകത്ത് റാണി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. റാണി ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പകുതി ഭാഗം സക്സസ് ആയി. നമ്മുടെ ഒരു കൂട് എങ്ങനെയായാലും സക്സസ് ആയി എന്ന് ഉറപ്പായി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ റാണീനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൂട്ടിലെ വെള്ള മുട്ടയും നമുക്ക് അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റാണീനെ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ റാണീനെ നമ്മൾ അന്വേഷിച്ച് പോകുന്നില്ല. റാണീനെ അന്വേഷിച്ച് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് തോണ്ടി നോക്കാം.
റാണിമുട്ട ഉണ്ടോ? റാണിമുട്ട ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ കൂട്ടിലേക്ക് റാണിമുട്ടനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് റാണിമുട്ടനെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യേണ്ടത്, ഇങ്ങനെ കിട്ടുന്നില്ല, റാണീനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു ദിവസം തുറന്നു നോക്കിയിട്ട് നമുക്ക് വേണം പുതിയ റാണി ഇല്ലാത്ത കൂട്ടിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റാണിമുട്ട പുതിയ റാണി സെല്ല് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ സക്സസ് ആയ സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന് പഴയ മുട്ടകൾ, വിരിയാറായ മുട്ടകൾ നമ്മൾ കുറച്ചെടുത്തിട്ട് ഈ കൂട്ടിലേക്ക് വെക്കണം, പുതിയ കൂട്ടിലേക്ക് വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ വിരിയാറായ മുട്ടകളെ സമീപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റാണിമുട്ട ഉണ്ടോ എന്നുള്ള കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. വളരെ കെയർ എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി നമ്മൾ എടുത്തു വെക്കുക. അതിനുശേഷം കുറച്ച് മുട്ട അവിടെ തന്നെ വെക്കാം. പിന്നെ പൂമ്പൊടി കിട്ടുന്നെങ്കിൽ പൂമ്പൊടി ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മതി. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഇതുപോലുള്ള കാലുള്ള ഇത് മെഴുകെടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റ വലിക്ക് തന്നെ നമുക്ക് കിട്ടും. അതിന് ശേഷം ഇതേപോലെ നല്ല നല്ല കട്ടിയുള്ള മെഴുകും കിട്ടും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ വേണ്ടത് റാണി ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പുറത്തും രണ്ട് സ്ഥലത്തും നമ്മൾ ശ്രദ്ധിക്കണം. റാണി എന്ത് പറഞ്ഞാലും ഒരു സ്ഥലത്തേക്ക് പോയാലും കുറച്ച് കഴിഞ്ഞപാടെ അത് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല കാര്യമായി. അത് അതിനെ പിടിച്ചതിനകത്തേക്ക് കയറ്റാൻ വേണ്ടി പറ്റും. പുതിയ കൂട്ടിലാണ് റാണീനെ നമ്മൾ വെക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കൂടിൽ ആ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഈച്ചകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തോളും. അതുകൊണ്ട് നമുക്ക് വർക്കിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പുതിയ കൂട് വർക്ക് ചെയ്യാൻ വളരെ പുറകോട്ടായിരിക്കും. 1 മാസമൊക്കെ എടുക്കും അതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയി വരണമെങ്കിൽ. അപ്പോൾ റാണി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. റാണി ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അത് നിങ്ങൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ മെഴുക് പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കവർ അടച്ചു വെച്ചാൽ മതി. നമ്മളിത് കണ്ട, ഇത് നേരത്തെയുള്ള പെട്ടിയിൽ നിന്ന് കളക്ട് ചെയ്ത മെഴുകാണ്. ഇത്രയും മെഴുക് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ വായ് ഭാഗം കുറച്ചൊന്ന് അടച്ചു കൊടുക്കുക. ഒരു വായും കൊണ്ട് അത് കറക്റ്റായിട്ട് പൊക്കോളും. അപ്പോൾ ഇങ്ങനെ അടച്ചു. അതിനുശേഷം കുറച്ച് നല്ലോണം ഇതുള്ളത് നല്ല പശയുള്ള ഭാഗം എടുത്തിട്ട് ഈ ഭാഗം അടയ്ക്കണ്ട, ഈ ഭാഗത്ത് റെഡിയാക്കുക. അതിനുശേഷം എൻട്രൻസിൻ്റെ കുറച്ച് ഭാഗം എടുക്കുക. കുറച്ച് ഭാഗം എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് എൻട്രൻസിൻ്റെ, ഇവിടെയാണ് എൻട്രൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പോർഷൻ പൊട്ടിച്ചിട്ട് ഈ സൈഡിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കയറിക്കോളും. അപ്പോൾ അത് നമുക്കൊരു ഡൗട്ട് തോന്നാത്ത രീതിയിൽ ഏത് ഭാഗത്താണോ എൻട്രൻസ് ഉണ്ടായിരുന്നത്, ഇവിടെയാണ് എൻട്രൻസ് ഉണ്ടായിരുന്നത്, പക്ഷേ നമുക്ക് അവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും ഈ ലെവലിലും ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേഗം ഈച്ച കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.